സത്യമംഗലം കാടുകളിൽ 3 പതിറ്റാണ്ടുകളോളം സമാന്തര ഭരണം നടത്തിയ ഒരാൾ. ആനക്കൊമ്പ് കള്ളക്കടത്തുകാരൻ, ചന്ദനക്കള്ളൻ, കൊലയാളി, വിശേഷണങ്ങൾ പലതാണ്. എന്നാൽ ഇന്നും പലർക്കും അറിയാത്ത ചില സത്യങ്ങൾ ആ കാടിനുള്ളിൽ മറഞ്ഞു കിടപ്പുണ്ട്. വീരപ്പൻ എന്ന മനുഷ്യന്റെ അധികമാരും പറയാത്ത ആ കഥകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. വർഷം 1952. കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനനം. 10ാം വയസ്സിൽ ആദ്യത്തെ ആനയെ വെടിവെച്ചിട്ട ആൺകുട്ടി. 17ാം വയസ്സിൽ തന്റെ ആദ്യത്തെ കൊലപാതകം. കാടിന്റെ ഓരോ മുക്കും മൂലയും വീരപ്പന് സ്വന്തം. കൈവെള്ള പോലെ പരിചിതമായിരുന്നു. കാറ്റിലെ ഗന്ധം നോക്കി പോലീസുകാർ എവിടെയുണ്ടെന്ന് പറയാനുള്ള അമാനുഷികമായ കഴിവ് അയാൾക്കുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വീരപ്പന്റെ ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാൻ അന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് പോലും കഴിഞ്ഞില്ല. കാരണം ലളിതമായിരുന്നു. അയാൾ കാടിനെ പോലെ ചിന്തിച്ചു. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പുക പുറത്തു വരാതിരിക്കാൻ പ്രത്യേകതരം വിറകുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പോലീസിനെ വഴിതെറ്റിക്കാൻ ചെരുപ്പുകൾ തിരിച്ചിട്ട് നടക്കുക, മൃഗങ്ങളുടെ ശബ്ദം അനുകരിച്ച് കൂട്ടാളികൾക്ക് സിഗ്നൽ നൽകുക തുടങ്ങിയ തന്ത്രങ്ങൾ ഇന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു വശത്ത് ക്രൂരനായ കൊലയാളി, മറുവശത്ത് ഗ്രാമവാസികളുടെ പ്രിയപ്പെട്ടവൻ. കാടിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ വീരപ്പൻ ഒരു അപകടകാരിയായിരുന്നു. പോലീസിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പണം അയാൾ പാവങ്ങൾക്ക് വീതിച്ചു നൽകി. എന്നാൽ തന്റെ സാമ്രാജ്യം സംരക്ഷിക്കാൻ സ്വന്തം ചോരയെ പോലും ബലികൊടുക്കാൻ മടിക്കാത്ത ക്രൂരതയും അയാൾക്കുണ്ടായിരുന്നു. ഒടുവിൽ 2004 ഒക്ടോബറിൽ ഓപ്പറേഷൻ കോക്കൂൺ എന്ന ദൗത്യത്തിലൂടെ വീരപ്പൻ കൊല്ലപ്പെട്ടു. ഒരു കണ്ണിന് കാഴ്ച കുറഞ്ഞ വീരപ്പനെ ചികിത്സയുടെ പേരിൽ കാടിന് പുറത്തെത്തിച്ചാണ് പോലീസ് പിടികൂടിയത്. കാടിന്റെ രാജാവിനെ കാടിന് പുറത്തു വച്ച് കീഴ്പ്പെടുത്തിയ ആ വലിയ ദൗത്യം ഇന്ത്യൻ പോലീസ് ചരിത്രത്തിലെ തന്നെ വലിയ വിജയങ്ങളിലൊന്നാണ്. വീരപ്പൻ പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നിഗൂഢതകൾ ഇന്നും സത്യമംഗലം കാടുകളിൽ ബാക്കിയുണ്ട്. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.